of heaven waiting patient for me, Lord. ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ആലോചിച്ചു നോക്കൂ, പുരാതനമായ ഒരു ഇതിഹാസം നമ്മുടെ ഇന്നത്തെ ഈ ആധുനിക ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി നേർക്കുനേർ വന്നാൽ എന്ത് സംഭവിക്കും? അത്തരമൊരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. കോണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച ഒരു വലിയ രഹസ്യത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതെ, ഈ ഒരു ചോദ്യത്തിലാണ് നമ്മുടെ കഥയുടെ തുടക്കം. ഒരു വശത്ത് ടെക്നോളജിയും യുക്തിയും, മറുവശത്ത് വിശ്വാസവും വിധിയും. വെറുമൊരു വൈറൽ കണ്ടന്റിനായി ഓടുന്ന കുറച്ചുപേർ ഒരു ഇതിഹാസത്തെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അതിന്റെ ഫലം എന്തായിരിക്കും? അപ്പോ നമ്മുടെ കഥയിലെ പ്രധാനികളെ ഒന്ന് പരിചയപ്പെട്ടാലോ? സംഭവം രണ്ട് ടീമാണ്. ഒരു വശത്ത് തെളിവുകളും വൈറൽ വ്യൂസും മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന മിസ്റ്ററി ഹണ്ടേഴ്സ് എന്ന യൂട്യൂബ് ടീം. മറുവശത്തോ ഒരു സാധാരണക്കാരൻ സുര. അയാളുടെ കയ്യിലുള്ളത് കുറച്ചു പഴയ വിശ്വാസങ്ങൾ മാത്രം. ഒരു ബന്ധവുമില്ലാത്ത ഈ രണ്ടു വഴികൾ ഒരേ ഇതിഹാസത്തിൽ എങ്ങനെ ഒന്നിക്കും? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാമല്ലേ? സ്ഥലം ഒഡീഷയിലെ ലോകപ്രശസ്തമായ കോണാർക്ക് സൂര്യക്ഷേത്രം. അവിടെയാണ് മഹാഭാരതത്തിലെ കർണന്റെ ദിവ്യകവചം ഒളിപ്പിച്ചിട്ടുണ്ട് എന്നൊരു കഥ പതുക്കെ പടർന്നു പിടിക്കുന്നത്. അപ്പോ എന്താണീ പറയുന്ന കവചകുണ്ടലം? കേട്ടിട്ടുണ്ടാവും അല്ലേ? മഹാഭാരതത്തിലെ സൂര്യപുത്രനായ കർണന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന, ആർക്കും ഭേദിക്കാൻ പറ്റാത്ത ഒരു പടച്ചട്ടയാണിത്. അത് കിട്ടുന്ന ആൾക്ക് ഏതാണ്ട് ദൈവീകമായ ശക്തി തന്നെ കിട്ടുമെന്നാണ് വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കഥയിലെ ഏറ്റവും വലിയ നിധി. അങ്ങനെയിരിക്കെയാണ് കോണാർക്ക് ക്ഷേത്രത്തിൽ നിന്ന് ആളുകളെ ദുരൂഹമായി കാണാതാവുന്നു എന്ന വാർത്ത പരക്കുന്നത്. ഇതോടെ കർണന്റെ കവചകുണ്ടലങ്ങളെക്കുറിച്ചുള്ള കഥകൾക്ക് കൂടുതൽ ശക്തിയായി. ഈ വാർത്ത കേട്ടറിഞ്ഞാണ് നമ്മുടെ രാഹുലും ആതിരയും ജിൻറ്റയും അടങ്ങുന്ന മിസ്റ്ററി ഹണ്ടേഴ്സ് ടീം അങ്ങോട്ട് വണ്ടിവിടുന്നത്. അവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ: ഈ രഹസ്യം കണ്ടെത്തി തങ്ങളുടെ ചാനൽ ഒരു സംഭവമാക്കണം. ഇവിടെയാണ് നമ്മുടെ കഥയിലെ ഒരു പ്രധാന ട്വിസ്റ്റ് വരുന്നത്. ആതിരയുടെ റിസർച്ചിലാണ് ആ രഹസ്യം പുറത്തുവന്നത്. ക്ഷേത്രത്തിലെ ആ ഭീമാകാരമായ 24 ചക്രങ്ങളില്ലേ, അതൊന്നും വെറുമൊരു അലങ്കാരമല്ല, മറിച്ചൊരു വലിയ രഹസ്യത്തിലേക്കുള്ള താക്കോലാണെന്ന് അവൾ കണ്ടുപിടിച്ചു. സൂര്യന്റെ വെളിച്ചവും നിഴലും ഉപയോഗിച്ച് അവരൊരു പുരാതന പസിൽ പൂർത്തിയാക്കി. ആ രഹസ്യവാതിൽ തുറന്നപ്പോൾ അവരെ കാത്തവിടെ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ സുര. അങ്ങേ അവര് ആ വലിയ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. പക്ഷെ അവർക്കൊരു കാര്യം അറിയില്ലായിരുന്നു, അതൊരു കെണിയാണെന്ന്. അതെ, അവിടെ നിന്നാണ് കഥ ശരിക്കും മാറുന്നത്. അവരകത്തേക്ക് കാലെടുത്തു വെച്ചതും ഠോ എന്നൊരു ഭയങ്കര ശബ്ദത്തോടെ ആ കവാടം അടഞ്ഞു. പുറത്തേക്കുള്ള വഴി പൂർണ്ണമായും അടഞ്ഞു. ആ അറ മുഴുവൻ മണലാണ്, ഒപ്പം അവിടെ നിന്നും കാണാതായവരുടെ അസ്ഥികൂടങ്ങളും. ശരിക്കും പറഞ്ഞാല് അവരവിടെ പെട്ടുപോയി. അപ്പോഴാണ് അവർക്ക് ഏറ്റവും വലിയ പണി കിട്ടുന്നത്. ആ അറയ്ക്കുള്ളിലെ ശക്തമായൊരു കാന്തിക വലയം കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓഫായി. ക്യാമറ, ഫോൺ, ലൈറ്റുകൾ എല്ലാം നിശ്ചലമായി. അവരുടെ ഏറ്റവും വലിയ ശക്തിയായ ടെക്നോളജി അവിടെ പരാജയപ്പെട്ടു. ഒരു പുരാതനമായ ശക്തിക്ക് മുന്നിൽ ആധുനിക മനുഷ്യന്റെ അറിവുകൾ ഒന്നുമല്ലാതായി. രാഹുലിന്റെ യുക്തിയും ആതിരയുടെ അറിവുമെല്ലാം തോറ്റെടുത്ത് എല്ലാവരും എഴുതിത്തള്ളിയ സുര ശാന്തനായി മുന്നോട്ടു വന്നു. അയാളുടെ വിശ്വാസം ഒരുപക്ഷെ ആ അറയുടെ പുരാതനമായ ഊർജവുമായി സംസാരിച്ചു കാണണം. തന്റെ ഉൾക്കാഴ്ച കൊണ്ട് ആരും പ്രതീക്ഷിക്കാതൊരു നീക്കത്തിലൂടെ അയാൾ ആ പസിൽ പൂർത്തിയാക്കി. ആ പസിൽ പൂർത്തിയായതും മറ്റൊരു രഹസ്യ അറ തുറന്നു. അതിനുള്ളിൽ ഒരു ലോഹപേടകം വായുവിലിങ്ങനെ ഒഴുകി നിൽക്കുന്നു. അതങ്ങ് തുറന്നതും കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത അത്രയും പ്രകാശം. അതിനുള്ളിലിതാ കർണന്റെ കവചകുണ്ടലങ്ങൾ. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ദിവ്യകവചം സുരയുടെ ദേഹത്തേക്ക് ലയിച്ചു ചേർന്നു. അപ്പോ ഇവിടുന്നങ്ങോട്ടാണ് കഥയുടെ ഗിയർ മാറുന്നത്. ആ കവചം ധരിച്ചതോടെ സാധാരണക്കാരനായ സുരയുടെ ജീവിതം തന്നെ മാറിമറിയുകയാണ്. എന്നാൽ ഒരു വലിയ ശക്തി വരുമ്പോൾ കൂടെ ഒരു വലിയ ശത്രുവും വരുമല്ലോ. ആ കവചം ദേഹത്ത് വീണതും സുര ആളാകെ മാറി. അയാളുടെ രൂപവും ഭാവവും മാറി. ശരീരത്തിന് അമാനുഷികമായ ശക്തി കിട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ അറയിലെ കാന്തികമണ്ഡലത്തെ നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ ഒരു സൂപ്പർ ഹീറോ ആയ പോലെ. ഹാവോ, രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് ആ ക്ഷേത്രത്തിന്റെ ശരിക്കുള്ള കാവൽക്കാർ വരുന്നത്. ആചാര്യന്റെ നേതൃത്വത്തിലുള്ളൊരു രഹസ്യസംഘം. തലമുറകളായി ആ നിധി കാക്കുന്നവരാണവർ.
അവരുടെ കണ്ണിൽ രാഹുലും കൂട്ടരും വെറും കള്ളന്മാരായിരുന്നു. അപ്പോ ഫൈനൽ ബാറ്റിലിന്റെ ഒരു ചിത്രം ഏകദേശം ഇങ്ങനെയാണ്. ഒരു വശത്ത് രക്ഷപ്പെടാൻ വേണ്ടി ക്ഷേത്രത്തിന്റെ കാന്തിക ശക്തിയുടെ ഉറവിടം തകർക്കാൻ ശ്രമിക്കുന്ന രാഹുലും സംഘവും, മറുവശത്ത് എന്ത് വില കൊടുത്തും ആ കവചം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ആചാര്യനും കൂട്ടരും. ഇതിന്റെയൊക്കെ ഫലം ഒന്നേയുള്ളൂ: ആ പുരാതന ക്ഷേത്രം പൂർണ്ണമായി തകരും. അങ്ങനെ കഥ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു ഹീറോയുടെ ത്യാഗവും ഒരു രക്ഷപ്പെടലും പിന്നെ പുതിയൊരു ഇതിഹാസത്തിന്റെ പിറവിയുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ അവസാന നിമിഷങ്ങൾ ശരിക്കും ശ്വാസമടക്കി പിടിച്ച് കാണേണ്ടതായിരുന്നു. ഒരു വശത്ത് സുരയുടെ ദിവ്യശക്തിയും ആചാര്യന്റെ ദുർമന്ത്രവാദവും തമ്മിലുള്ള ഘോരമായ പോരാട്ടം. മറുവശത്ത് രാഹുൽ ആ കാന്തം തകർക്കുന്നു. ക്ഷേത്രം മുഴുവൻ ഇടിഞ്ഞു താഴാൻ തുടങ്ങിയപ്പോൾ സുര തന്റെ അമാനുഷിക ശക്തി ഉപയോഗിച്ച് ആ തകരുന്ന ക്ഷേത്രം താങ്ങി നിർത്തി. തന്റെ കൂട്ടുകാർക്ക് പുറത്തു കടക്കാനായി ഒരു വഴിയൊരുക്കിക്കൊടുത്തു. രാഹുലും സംഘവും അത്ഭുതകരമായി പുറത്തെത്തി. അവർ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തതോടെ ആ വീഡിയോ ലോകമെമ്പാടും തരംഗമായി. അവർ ഒറ്റ രാത്രി കൊണ്ട് പ്രസിദ്ധരായി. പക്ഷെ അവരെ രക്ഷിച്ച ഹീറോ? സുരയെപ്പറ്റി പിന്നീട് ആർക്കും ഒരു അറിവുമില്ല. ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്കൊപ്പം അവനും എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് ലോകം കരുതി. അപ്പോ ആ കഥ അവിടെ തീർന്നു എന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ ഒരു ഇതിഹാസം അങ്ങനെ തീരാറുണ്ടോ? ഇല്ല. ഒഡീഷയിലെ ഒരു കടൽ തീരത്ത് അസ്തമയ സൂര്യനെ നോക്കി ദേഹത്തെ കവചകുണ്ടലങ്ങളുമായി സുര വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഒരു പുഞ്ചിരിയോടെ ഒരു പുതിയ ദൗത്യത്തിനായി അയാൾ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ ഒന്നേ പറയാനുള്ളൂ: ഇതിഹാസങ്ങൾ മരിക്കാറില്ല, അവ വീണ്ടും പുനർജനിക്കുകയാണ് ചെയ്യുന്നത്.